ഒരിക്കൽ തിരുവനന്തപുരത്തൊരു ഗ്രാമത്തിൽ വലിയൊരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ജ്ഞാനി പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള എല്ലാവരും ഒരു ദിവസം മരിക്കും. ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇത് കേട്ടപ്പോൾ സദസ്സിലിരുന്ന ഒരാൾ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ജ്ഞാനി അത് ശ്രദ്ധിച്ചെങ്കിലും പ്രസംഗം തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, മരണത്തെ ആർക്കും തടയാനാവില്ല. എല്ലാവരും എന്നെങ്കിലും ഒരിക്കൽ പോകേണ്ടവരാണ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ വീണ്ടും അട്ടഹസിച്ച് ചിരിച്ചു. പ്രസംഗം തടസ്സപ്പെട്ട ജ്ഞാനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം താഴെയിറങ്ങി ആ ചിരിച്ച വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഞാൻ മരണത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? അപ്പോൾ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാത്മാവേ, ഞാൻ ഈ ഗ്രാമത്തിലുള്ളവനല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വർത്തമാനം എനിക്ക് ബാധകമല്ലല്ലോ. ഈ കഥ കേൾക്കുമ്പോൾ നമുക്കാ ചിരിച്ച വ്യക്തിയെ ഓർത്ത് ചിരി വരുമല്ലേ? എന്നാൽ സത്യത്തിൽ നമ്മളും ഇതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. ചുറ്റുമുള്ളവർ മരിക്കുന്നത് കാണുമ്പോഴും പ്രായമാവുന്നത് കാണുമ്പോഴും മരണം എനിക്ക് സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ അഥവാ റിയാലിറ്റിയെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. മരണമെന്നതെല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ ഓരോ നിമിഷവും നമ്മൾ കൂടുതൽ സ്നേഹത്തോടെയും വിവേകത്തോടെയും ബോധപൂർവവും ജീവിക്കാൻ തുടങ്ങുകയുള്ളൂ. അഹങ്കാരം ഉപേക്ഷിച്ച് ഓരോ ദിവസവും അവസാന ദിവസമായി കരുതി വളരെയധികം കൃതജ്ഞതയോടെയും ആനന്ദത്തോടെയും ബോധപൂർവം ജീവിക്കുക. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം.